2019 മാറ്റുന്ന സമയത്ത് ഞാൻ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല. 2019 16-ാം തീയതി ജൂലൈ 16-ാം തീയതി ഞാൻ അവിടെ നിന്ന് ചാർജ് വിട്ടു. ഇന്നലത്തെ വാർത്തകളിലൊക്കെ വന്നത് ഞാൻ ആ സമയത്ത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയിലാണ്. പൂർണ്ണമായിട്ട് തെറ്റാണ്. ആ സമയത്ത് അത് പാളി ഇളക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് ഞാൻ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല. ഞാൻ അന്ന് അവിടെ നിന്ന് ചാർജ് മാറി ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്താണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമല്ല, അതിലാണത് മാറ്റുന്നത്. 2019 ജൂലൈയിലാണ് ഇത് മാറ്റുന്നത്. 19-ാം തീയതിയോ മറ്റോ ആണ് അത് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോകുന്നത്. 19-ാം തീയതി അവിടെ അതായത് ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയുടെ ചാർജ് എടുക്കുന്ന നട തുറന്നിരിക്കുന്ന അവസരത്തിലാണ് ചാർജ് എടുക്കുന്നത്. 2019 ജൂൺ മാസത്തിൽ എനിക്ക് ട്രാൻസ്ഫറായി, ഞാൻ മറ്റൊരു സ്ഥലത്തേക്കായി. അപ്പോൾ 2019 അടുത്ത മാസം ജൂലൈ മാസം നട തുറക്കുന്ന സമയത്ത് പുതിയ ആൾ വന്നു, ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ചാർജ് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇന്നലത്തെ വാർത്തകളിൽ വന്നത് അവിടെ ഉണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥന്മാരിൽ എക്സിക്യൂട്ടീവ് ഓഫീസറും തിരുവാഭരണ കമ്മീഷണറും റിട്ടയർ ചെയ്തു, പിന്നെ ഞാൻ മാത്രമാണ് സർവീസിലുള്ളതെന്നാണ് പറഞ്ഞൊരു വാർത്ത വന്നത്. അതാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. എൻ്റെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് അന്ന് അവിടുന്ന് മാറിയ ഒരാളാണ്. ഞാൻ ആ സമയത്ത് ആ ചാർജിലില്ല. ഞാൻ ആ ദേവസ്ഥയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല ആ സമയത്ത്. ഇതാണ്. അല്ല, അത് ഞാനത് പറഞ്ഞല്ലോ, അത് വേറൊന്നുമല്ല. ഇത് വെളുത്തിരുന്നു, ചെമ്പ് തെളിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വീണ്ടും അത് വൃത്തിയാക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഒരാൾ സ്പോൺസർഷിപ്പിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുക, പിന്നെ അത് തന്ത്രിയോട് വാങ്ങിക്കുക. തന്ത്രിയുടെ ഒരു കത്താണ് അതിനെല്ലാം അടിസ്ഥാനം. തന്ത്രിയുടെ കത്ത് വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം ആ കത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്വർണം പൂശിയിരുന്നത് ചെമ്പ് തെളിഞ്ഞിട്ടുള്ളതിനാൽ അത് സ്വർണം പൂശാവുന്നതാണ്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നല്ല, ഞാൻ പറഞ്ഞത് ഞാനാ കൊടുത്ത റിപ്പോർട്ട്. തന്ത്രിയുടെ കത്തിനകത്ത് പറയുന്നത് സ്വർണം പൂശിയിരുന്ന പാളികൾ ചെമ്പ് തെളിഞ്ഞിട്ടുള്ളതിനാൽ അത് വീണ്ടും പൂശാവുന്നതാണെന്നാണ് അദ്ദേഹം അനുവാദം തന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എഴുതിയത് ഈ ചെമ്പ് പാളികൾ പൂശാൻ നടപടി നടത്താവുന്ന. അതില് ഒരു തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ ഒന്നും തീരുമാനം എടുക്കാവുന്ന വിഷയമല്ല. ഇത് നേരെ തിരുവാഭരണ കമ്മീഷനിലേക്ക് പോകും. തിരുവാഭരണ കമ്മീഷണറുടെ സ്മിത്ത് വന്നിട്ട് പരിശോധിക്കും, അതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുത്താൽ ബോർഡിൽ നിന്നാണ് തീരുമാനം എടുക്കുന്നത്, ഇത് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇത് പ്രശ്നം ഇപ്പോൾ പറഞ്ഞത് 2019 കൊണ്ടുപോയ സമയത്ത് അതിന്റെ കൂടെ അനുഗമിച്ചിരുന്നില്ല, മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അന്ന് ആ സമയത്ത് ഞാനല്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, 2019 ജൂലൈ 16-ന് ഞാൻ അവിടുത്തെ ചാർജ് വിട്ടു. എന്റെ ഭാഗത്തു നിന്നുള്ള ഇവരിപ്പോൾ ചൂണ്ടിക്കാണിരിക്കുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് കൊടുത്തതിനകത്തുള്ള ചെമ്പ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അത് ചെമ്പെന്ന് എഴുതാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. ചെമ്പ് തെളിഞ്ഞത് കൊണ്ട് അത് വീണ്ടും പൂശാവുന്നതാണെന്ന് തന്ത്രി അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം രേഖാമൂലമാണ് അത് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിനോടൊപ്പം അതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെമ്പ് പാളി പൂശാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതൊക്കെ ബോർഡിന്റെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞത് ഇതിന് വസ്തുതകൾ മാത്രമാണ്. അല്ല, അത് സ്വാഭാവികമല്ല. ഒരു ഉദ്യോഗസ്ഥൻ അതിനകത്ത് എങ്ങനെ ഭാഗഭാക്കാകുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിയുന്ന കാര്യമാണ്. അതിനിപ്പം ഞാൻ അതിനകത്ത് വറീഡാവുകയോ, ഞാനുള്ള സത്യമാണ് പറയുന്നത്. അന്ന് ഞാനിത് അതിന്റെ പ്രാരംഭ റിപ്പോർട്ട്, പ്രിലിമിനറി റിപ്പോർട്ട് എന്ന് പറയും, അല്ലെ, തുടങ്ങാനുള്ള റിപ്പോർട്ട്, അത് ചെയ്യാനുള്ള ഒരാൾ ആപ്ലിക്കേഷൻ വരുന്നു. ആപ്ലിക്കേഷനിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ ഇതേ പ്രശ്നം തന്നെ ഞാൻ ചെയ്യട്ടെ. അന്ന് സ്വർണ്ണപ്പാളി എന്ന് ഞാൻ എഴുതിയിരുന്നെങ്കിൽ അത് മുഴുവൻ സ്വർണ്ണപ്പാളി ആയില്ലേ? ചെമ്പ് പൂശിയത് ചെമ്പ് തെളിഞ്ഞതുകൊണ്ട് വീണ്ടും പൂശണമെന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ചെമ്പ് പാളി എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. സ്വർണ്ണപ്പാളി എന്ന് എഴുതാൻ പറ്റുമോ? നിങ്ങൾ പറയും. സ്വർണ്ണപ്പാളി എന്ന് എഴുതിയാൽ സ്വർണ്ണപ്പാളിയായി. തന്നെയുമല്ല, ഈ വിലപിടിച്ച ഉരുപ്പടികളിലേക്ക് രേഖപ്പെടുത്തുന്ന തിരുവാഭരണ രജിസ്റ്ററിൽ ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളൊന്നും കണ്ടിട്ടില്ല. നമ്മളത് നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് അങ്ങനെയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും വിലപിടിച്ച ഒരു രേഖയല്ല. അല്ല, അത് വിജയമല്ലിക കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000 കിലോഗ്രാം ചെമ്പിന് 30 കിലോഗ്രാം സ്വർണ്ണമാണ് കൊടുത്തത്. അപ്പോൾ ഒരു കിലോഗ്രാമിന് നമ്മൾ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 65 ഗ്രാമാണ് ഒരു കിലോഗ്രാമിന് അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തായാലും പാളിയാക്കി അടിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതിന്റെ ശ്രീകോവിലിന്റെ റൂഫിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രോസസ്സ് തന്നെയാണ്. കാരണം അത് വെയിലും മഴയും കൊള്ളുന്നതാണ്. ഇത്രയും കാലം ഇപ്പോഴും അത് തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ആ രീതിയിൽ തന്നെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം ആ നടപടി ഫയലിൽ അത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതിന്റെ പണികളിലെ ബാക്കി വന്ന 1 കിലോഗ്രാം കുറച്ച് ഗ്രാം ഉപയോഗിച്ചാണ്
അതായത് ശ്രീകോലിന്റെ വേദിക എന്ന് പറയുന്നത് പഞ്ചവർഗത്തിനും ഭിത്തിക്കും ഇടയിൽ വരുന്ന ഒരു അരഞ്ഞാണക്കെട്ട് പോലെ ചുറ്റും വരുന്ന ഒരു ഭാഗം. പിന്നെ പില്ലറുകൾ, ശ്രീകോലിന്റെ പില്ലറുകൾ 6-8 പില്ലറുകളുണ്ട്. പിന്നെ അതിന്റെ മുൻഭാഗത്ത് വരുന്ന ഒരു അലങ്കാരം, പിന്നെ അതിന്റെ മുമ്പിൽ വരുന്ന ഒരു പാത്തി. ഇത്രയും സാധനങ്ങൾ പൂശുന്നതിനാണ് 1 കിലോഗ്രാം സംതിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വളരെ മൈക്രോണായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് അതിന്റെ മുകളിൽ ലെയർ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഇതെന്തായാലും ചെമ്പ് തെളിഞ്ഞതുകൊണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണല്ലോ ഇത് വീണ്ടും പൂശാൻ തീരുമാനമെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചെമ്പ് പാളിയെന്ന് എഴുതിയത്.